ജീവൻ, പ്രത്യേകിച്ച് FMCG മേഖലയിൽ ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് എടുക്കുന്നത് തീർച്ചയായിട്ടും ആ പ്രോഡക്റ്റിൻ്റെ എക്സ്റ്റേണലി ഉള്ള ആ ഒരു ഭംഗി കണ്ടിട്ടാണ് അല്ലേ? പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രോഡക്റ്റ് എടുക്കുന്നത് ആ പാക്കേജിങ് കണ്ടിട്ടാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നതും ഒരുപക്ഷെ മാനുഫാക്ചറിങ്ങിനേക്കാളും കൂടുതൽ പൈസ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നതും ഈ പറയുന്ന പാക്കേജിങ്ങിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ ആ മെറ്റീരിയൽസിനും അതിൻ്റെ ഡിസൈനിങ്ങിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാലും നല്ല പാക്കേജിങ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ പാക്കേജിങ് ഡിസൈൻ ആ ഒരു അപ് ടു ദ മാർക്ക് ആവാത്തത് കൊണ്ട് ആ ഒരു വാല്യൂ അല്ലെങ്കിൽ അത് കാണുന്ന സമയത്ത് ഒരു ഭംഗി തോന്നാറില്ല. അപ്പോൾ നമുക്ക് പാക്കേജിങ്ങിനകത്ത് ഉണ്ടാവേണ്ട, പാക്കേജ് ഡിസൈനിങ്ങിനകത്ത് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് വളരെ ക്വിക്കായിട്ട് നോക്കാം. ജീവൻ എന്ത് തോന്നുന്നു? നമ്മൾ ധാരാളം പാക്കിങ്ങുകൾ ചെയ്തിട്ടുണ്ട്, FMCG മേഖലയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ചെയ്യുന്നതും ഡെഫിനറ്റ്ലി ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തിട്ട് തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള പാക്കിങ്ങിലേക്ക് പോകത്തില്ല. കാരണം ബ്ലാങ്ക് സ്പേസിൽ നമുക്ക് ചിത്രം വരയ്ക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഡിസൈനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഏറ്റവും ഒരുപക്ഷെ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ പാക്കേജിങ്ങിലേക്ക് കടക്കുന്നത്. അപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസും എല്ലാം വെച്ചുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പാക്കേജിങ്ങിൽ അകത്ത് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കണം? അതെ, അപ്പോൾ സിജു പറഞ്ഞതിൽ ഒരു വിയോജിപ്പുള്ളത്, ആൾക്കാർ ഏറ്റവും അധികം സ്പെൻഡ് ചെയ്യുന്നത് പാക്കേജ് പ്രൊഡക്ഷനിലാണ്, ലൈക്ക് അതിൻ്റെ പ്രിൻറ്റിങ്ങിലാണ്. ഡിസൈനിങ്ങിൽ വലിയ സ്പെൻഡ് ചെയ്യാൻ അവർക്ക് തയ്യാറില്ല. അവർ പറയുന്നത് ഇപ്പോൾ ഇത് പോട്ടെ, കുറച്ച് കച്ചവടം ഉണ്ടായിട്ട് നമുക്ക് വേറെ പാക്കറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി അവിടെ തന്നെ ചിലപ്പം ഈ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുന്ന കാണാറുണ്ട്. പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തോന്നിയത്, ഇപ്പം നമ്മൾ ഇന്നൊരു മാർക്കറ്റിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു മാളിലേക്കോ നമ്മൾ ലുലു ഹൈപ്പറിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇഷ്ടം പോലെ പാക്കറ്റുകൾ, അത് ഇൻഫർമേഷൻ കൊണ്ട് നമ്മളെങ്ങനെ ബൊമ്പാർഡ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു സിമ്പിൾ അപ്രോച്ച് പലപ്പോഴും ആവശ്യമാണ്. അതായത് ഈ പറഞ്ഞ കൺസ്യൂമറിന് ഒരു സെൻസറി ബ്രേക്ക് കൊടുക്കണം. കാരണം ഇവന് ഒരുപാട് ഇൻഫർമേഷൻ ഇവൻ്റെ സെൻസറിലേക്ക്, കണ്ണിലേക്കും കാതിലേക്കും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് നമ്മൾ ഷോപ്പിലെ റാക്കിലൂടെ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കണ്ണെന്ന് ഉടക്കണം ഏതെങ്കിലും ഒരു നമ്മൾ ഒരുപാട് നമ്മളിപ്പോൾ ചില മൂവീസിൽ ഒരുപാട് സൗണ്ടിൻ്റെ ഒക്കെ ഇടയിൽ ചിലപ്പോൾ ഈ സ്ലം ഡോഗ് മില്യണർ മൂവിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ പെട്ടെന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഒരു സൈലൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറ്റൻഷൻ അതിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ നമ്മളൊരു ബ്രേക്ക് എടുക്കുമ്പോൾ ആൾക്കാർക്ക് ചിന്തിക്കാനുള്ള ടൈം കൊടുക്കുന്ന പോലെ ആൾക്കാരുടെ ആ സെൻസറി, ആ കണ്ണിനൊരു ബ്രേക്ക് കൊടുക്കുന്ന ലെവലിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസിന് എപ്പോഴും ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു മിനിമൽ അല്ലെങ്കിൽ സിമ്പിൾ, മിനിമൽ എന്ന് പറയുമ്പോൾ നമ്മൾ വേണ്ട ഇൻഫർമേഷൻ കൊടുക്കണം ഇല്ലയെന്നല്ല, പക്ഷേ ആൾക്കാർ കാണുന്ന സമയത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് അതിൽ തന്നെ കുത്തിക്കയറ്റി വെക്കാത്ത രീതിയിലുള്ള പാക്കറ്റ്സിന് ഇന്നൊരു വലിയ സാധ്യതയുണ്ട്. ഒരു ബ്രാൻഡ് അതുപോലെ കൊക്കോണിൻ്റെ നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ ഡ്രാഫ്റ്റാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പം ഫൈനലല്ല, നമ്മൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി, അവർക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള എല്ലാ സാമ്പിൾ ഇമേജസ് എല്ലാം വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു ജസ്റ്റ് ഡ്രാഫ്റ്റ് മാത്രം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇതൊരു സിമ്പിളാണ്, ക്ലീനാണ്. ആൻഡ് ഓൾസോ ഇത് ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റിൽ തന്നെ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആണെന്നുള്ള മനസ്സിലാക്കാൻ തേങ്ങ കാണുന്നുണ്ട് അതിനകത്ത്. ആൻഡ് ഓൾസോ സൈഡ് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ അതൊരു ഡീഹൈഡ്രേറ്റഡ് ഗ്രേറ്റഡ് കോക്കനട്ട് ആണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ തേങ്ങയുടെ ഇമേജ്, അതായത് പ്രോഡക്റ്റ് ഇമേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വലിയ രീതിയിൽ വരുന്നില്ലേ? അപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ ഇമേജ് ക്വാളിറ്റി, ഇപ്പോൾ നമ്മളിപ്പോൾ ആട്ട പൗഡർ ആണെന്നുണ്ടെങ്കിൽ അതിൽ വെക്കുന്ന ആട്ടയുടെ പൊടിയല്ല വെക്കുന്നത്, പകരം അതിൻ്റെ ചപ്പാത്തി അത് ആ ഒരു ലെവലിൽ ഫോട്ടോഗ്രാഫി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാരെ ഇതിലേക്ക് കയറത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്? നമുക്ക് ഏതൊരു പ്രൊഡക്റ്റാണ് അത് പ്രോപ്പറായിട്ട് ഷോക്കേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഒന്നെങ്കിൽ നമുക്ക് അതിനകത്ത് ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റുമെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് ഇത് കാണിക്കാം. പക്ഷേ നമുക്ക് ആ ഒരു റാക്കിൽ വെക്കുമ്പോൾ പെട്ടെന്ന് അത് വിസിബിൾ ആവണമെന്നില്ല, അകത്ത് ഇരുട്ടായുണ്ട്. അപ്പോൾ അതിലെന്തായാലും ഒരു ഇമേജ് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമ്മളൊരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് തന്നെ ചെയ്യേണ്ട സാധനമാണ്. നമ്മൾ ജസ്റ്റ് ഒരു നെറ്റിൽ കാണുന്ന ഒരു ഇമേജ് എടുത്ത് വെക്കുന്നതിനപ്പുറത്തേക്ക് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് അട്രാക്റ്റീവ് ആയിരിക്കണം, നല്ല ക്വാളിറ്റി വേണം. ഒപ്പം തന്നെ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങൾ വരരുത്. ഇപ്പം ചില പ്രോഡക്ട്സുകൾ നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വരുന്ന എല്ലാ കമ്പനിയുടെ പാക്കറ്റിലും ഒരേ ഇമേജ് കാണുന്ന ചില പ്രോഡക്ട്സുകളുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഒട്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും അവർ അത്തരത്തിലുള്ള ഫോട്ടോസ് എടുത്തു വെക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ബ്രാൻഡിന് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നമുക്ക് ചിപ്സ് ആണ്. അപ്പോൾ ഒരു ചിപ്സിന്റെ ഇമേജ് നമുക്ക് വേണം, ഒറ്റ ചിപ്സ് കിട്ടാൻ. കാരണം ഒന്നാമത് ആ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ചിപ്സ് ആണെങ്കിലും ആ കൃത്യമായ ഒരു ഷേപ്പിൽ റൗണ്ട്, കാരണം ഇവരിങ്ങനെ ചരിച്ചിട്ടാണ് ഈ സാധനം ഇങ്ങനെ അടിക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ വന്നൊന്നും വരത്തില്ല, റൗണ്ട് ഷേപ്പിൽ വന്നു. അപ്പോൾ അതിൻ്റെ അവസാനം നമുക്ക് കിട്ടി എങ്ങനെയോ, അത് നമ്മൾ തന്നെ ഫോട്ടോ എടുത്താണ്. അല്ല, അത് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ട് മനസ്സിലാവും. മിക്കവാറും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്ന ടീമെല്ലാം എടുത്തേക്കുന്ന ഒരേ ഇമേജാണ്. കുറച്ച് ചിപ്സ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന ഇമേജ്. അത് ആരുടെ കോപ്പി റൈറ്റ് ആണെന്ന് അറിയില്ല, എല്ലാവരും അതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നാളെ അദ്ദേഹം നമുക്ക് നോട്ടീസ് അയക്കണം, നമ്മൾ ഈ ലക്ഷക്കണക്കിന് പാക്കറ്റ് പ്രിന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം എത്ര രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഒന്ന്. രണ്ട്, അൾട്ടിമേറ്റ്ലി ഇത്
കസ്റ്റമർ ഇത് കാണുമ്പം ഇത് കൊള്ളാം എന്നുള്ള ആ ക്വാളിറ്റി ആ ഇമാജിനും കൂടെ ഫീൽ ചെയ്യണം. ആൻഡ് ഇമേജിൻ്റെ കാര്യം അത് ഓക്കെ. ആൻഡ് മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് സ്പെഷ്യലി ഈ FMCG പ്രോഡക്ട്സിൽ അത് സൂപ്പർ മാർക്കറ്റിലെ റാക്സിൽ വെക്കുന്നതായിരിക്കും. റാക്സിൽ വെക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും അതിൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രമേ കാണുള്ളൂ, അതിൻ്റെ സൈഡ് നമുക്ക് കാണത്തില്ല. അപ്പോൾ ഇത്തരത്തിലൊരു അബദ്ധം ട്രോപ്പിക്കാനിക്ക് പണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അവർ റീഡിസൈൻ ചെയ്യാൻ നോക്കിയ സമയത്ത് ജ്യൂസിൻ്റെ ഒരു ഗ്ലാസിൻ്റെ പകുതി ഇവർ സൈഡിൽ ഒരു കോർണറിൽ ബോക്സ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ സൈഡ് ഒരു കോർണറിൽ ഗ്ലാസിൻ്റെ പകുതി വന്നു. അപ്പോൾ ഗ്ലാസിൻ്റെ പകുതി മാത്രമേ ഫ്രണ്ടിൽ കാണുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ആ ഡിസൈൻ വലിയൊരു ഫെയിലിയർ ആയിട്ട് മാറി, അവർക്കത് പിൻവലിക്കേണ്ടതായിട്ട് വന്നു. അപ്പം ഈ പ്രോഡക്റ്റ് പ്ലേസ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഒരു ഇപ്പോൾ ഈ രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെ എന്തൊക്കെ വെക്കണം എന്നുള്ളത്. അപ്പം ഒരുപക്ഷെ പ്രോഡക്റ്റിൻ്റെ ഇമേജ് താഴെ വെക്കണോ, അത് ലെഫ്റ്റ് വെക്കണോ, റൈറ്റിൽ വെക്കണോ, ഇങ്ങനെയുള്ള അലൈൻമെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ലോഗോൻ്റെ സൈസ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളും എല്ലാം. നമ്മൾ ഈ ന്യൂറോ മാർക്കറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, ഒരു ഇമാജ് വെക്കുമ്പം ഇപ്പം നമ്മൾ മുമ്പ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് അവിടെ ഒരു കുട്ടി നമ്മളെ നേരെ നോക്കുന്നതും ഒരു ടെക്സ്റ്റിലേക്ക് നോക്കുമ്പോഴും ഓട്ടോമാറ്റിക്കലി ആൾക്കാരുടെ ശ്രദ്ധ ടെക്സ്റ്റിലേക്കാണ് ആദ്യം പോകുന്നതെന്നുള്ള ഒരു സ്റ്റഡിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഈ ഇമാജിനും ഒരു എങ്ങോട്ടെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്നതാവാം. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ഫാക്ടേഴ്സ് നമ്മൾ നോക്കിക്കൊണ്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ആ പാക്കറ്റിൽ മറ്റ് എലമെൻസും കൂടെ കൺസിഡർ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റില്ല എവിടെ വെക്കണം. മാത്രമല്ല പ്രൊഡക്റ്റ് നമ്മൾ സാധാരണ എടുക്കുന്നത് റൈറ്റ് ഹാൻഡ് കൊണ്ടാണ്. റൈറ്റ് ഹാൻഡ് കൊണ്ട് എടുക്കുന്ന സമയത്ത് ഇത്രയും ഭാഗം ഒരു ഹൈഡ്, അപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള എലമെന്റ്സ്, ഇപ്പോൾ പ്രത്യേകിച്ചും അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ചില വേർഡിങ്സ് ആണെങ്കിലും ചില ഐക്കൺസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്ഥാപനമാണ് എന്ന് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ആഗ്മാർക്ക് പോലുള്ള മാർക്കിങ്സ്, ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻസും സർട്ടിഫിക്കേഷൻ മാർക്സും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് ഡെഫിനറ്റ്ലി ഫ്രണ്ട് പേജിൽ കാണിക്കുന്നത് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു നല്ലതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞു ഇതെല്ലാം കൂടെ കുത്തി കയറ്റുമ്പം മൊത്തമൊരു അലമ്പ് ആവാണ്ടിരിക്കുക. അത് മിനിമലായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. കാരണം ഈ ഇത്തരം മാർക്കുകളൊക്കെ കുറച്ച് ഡീറ്റെയിലിംഗ് ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് പ്ലേസ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ഒരു ഡിസൈൻ എസ്തറ്റിക്സ് കൊണ്ടുവരണം. പക്ഷേ അതിനെക്കാട്ടും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ഈ പാക്കേജിനകത്ത് തന്നെ നമ്മുടെ സ്റ്റോറി പറയാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഇത് കസ്റ്റമർ മനസ്സിലാവില്ലോ എന്നുള്ളതല്ല. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്യാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അവരൊരു പ്രീമിയം പെറ്റ് ഫുഡാണ് ഇവർ, ഒരു സർട്ടിഫൈഡ് ഓർഗാനിക് ആണ് ഇവർ, സസ്റ്റൈനബിൾ GMO ഫ്രീ ഫുഡൊക്കെയാണ് ഇവർ കൊടുക്കുന്നത്, ക്യാൻസർ ഡോക്കിനുള്ള സാധനമാണ്. ഇവരെ പാക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്യാദർ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഇവരിത് എവിടെ നിന്നാണോ ഗ്യാദർ ചെയ്തത് അതിൻ്റെ ഇല്ലുസ്ട്രേഷൻസ് ഉണ്ടാവും. അപ്പം ഒരു ഫാമോ ഒരു സൺസെറ്റിന് അവിടെ ഒരു മലകളൊക്കെ ആയിട്ട് അത്തരത്തിലുള്ള ഇവർ എവിടെ നിന്നാണോ അത് സോഴ്സ് ചെയ്യുന്നത്, ആ സോഴ്സ് ചെയ്യുന്ന ഇതിൻ്റെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഡിസൈനാണ് ഇവർ വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് കാണുമ്പോൾ തന്നെ ഇത് ആ ഡോഗിൻ്റെ പിക്ചറൊന്നും അല്ല ഇതിൻ്റെ ഫ്രണ്ട് പേജിലുള്ളത്. ശരിക്കും ഇതൊക്കെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമുക്കും ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. നമ്മൾ അത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലയൻസ് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. അത് ഇതൊരു പ്രശ്നം വെച്ചാൽ ഇപ്പം ഇവരൊക്കെ അത്രയും ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ഒന്നുമില്ല പ്ലെയിൻ ആയിട്ടൊരു സാധനം ഡിസൈൻ ചെയ്യാം. ഇത് മാർക്കറ്റ് ചെയ്താൽ മതി നന്നായിട്ട്. ഇപ്പം നമുക്ക് എത്ര മോശം ഐഡന്റിറ്റിയും ചിലപ്പോൾ നമുക്ക് മാർക്കറ്റ് ചെയ്ത് ആൾക്കാരെ മനസ്സിൽ പതിപ്പിക്കാം. മോശം തന്നെ ആയിരിക്കും, എന്നാലും മോശമാണെന്നെങ്കിലും പതിപ്പിക്കാം. അപ്പൊ അത് അത്രയും മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ക്രോക്സ് ചെയ്തതുപോലെ അഗ്ലി ക്യാൻ ബി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവരുടെ ആദ്യത്തെ ക്രോക്സിന്റെ പരസ്യം. കാരണം അത് ഭയങ്കര ബൾക്കി ഷൂ ആണ്, ഇത് ഭംഗിയില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. പക്ഷെ അത് ആൾക്കാരെ മനസ്സിൽ കയറുകയും. ഇപ്പം നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ കാണുന്നില്ല, അവർ വലിയ രീതിയിൽ പടമൊക്കെ വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന കാണുന്നില്ല. അപ്പം ഈ മാർക്കറ്റ് ചെയ്ത് ആൾക്കാരുടെ അടുത്തേക്ക് അവർ മാത്രമാണ് സംഭവം എന്ന ലെവലിലേക്ക് അവർ എത്തിക്കും. അപ്പം നമ്മുടെ ഇതൊക്കെ മോശമാണെങ്കിലും അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് സെല്ലാവോ ഇല്ലയോ എന്നുള്ളതല്ല, ആൾക്കാരെ മനസ്സിൽ ഐഡന്റിറ്റി എത്തിക്കാൻ വേണ്ടി പറ്റും. യെസ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള മറ്റൊരു ബ്രാൻഡ് ബൊട്ടാണി ബ്ലൂംസ് എന്ന് പറഞ്ഞിട്ട് എസെൻഷ്യൽ ഓയിൽസിൻ്റെ ഒരു ബ്രാൻഡ്. അപ്പം അതിനകത്ത് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള മറ്റൊരു വലിയൊരു ചാലഞ്ച്, കാരണം ഇതിനെ റിസർച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ മനസ്സിലായത്. അപ്പോൾ മാർക്കറ്റിലുള്ള എസെൻഷ്യൽ ബ്രാൻഡ്സിൻ്റെ എല്ലാം ചെറിയ 10 മില്ലി 15 മില്ലിയുടെ ഒക്കെ ചെറിയ ബോട്ടിൽസ്, കുഞ്ഞു ബോട്ടിൽസ് ആയിരിക്കും. ഇതിന് വെക്കുന്ന സ്റ്റിക്കേഴ്സിനകത്തുള്ള കോണ്ടന്റ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയത്തില്ല, കാരണം അത്രത്തോളം ചെറുതാക്കിയിട്ട് അതിൻ്റെ ന്യൂട്രീഷൻ ഫാക്ട്സും മറ്റു കാര്യങ്ങളെല്ലാം വളരെ ചെറുതായിരിക്കും, ഒട്ടും കാണത്തില്ല, എല്ലാം ബ്ലറി ആയി പോയിട്ടുണ്ടാകുന്നത്. അപ്പം അത് നമ്മൾ ചെയ്ത സമയത്തും ഫേസ് ചെയ്തിട്ടുള്ള ഒരു ചാലഞ്ച് ഇതായിരുന്നു, ഈ സിംപ്ലിസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് ഐഡന്റിറ്റി അതിനകത്ത് കാണാം. ഈ വലിയ പാക്കിങ്ങിനെ നമ്മൾ അങ്ങനെ ചെറുതാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, സ്കെയിൽ ഡൗൺ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള പാക്കേജിങ് നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഡ്രോപ്ലെറ്റ് മാത്രമായിരുന്നു അതിനകത്ത് ഒരു ഐഡന്റിറ്റി ഫോക്കസ് പോയിന്റ്. അല്ല, അതിനകത്ത് വേറെ ഇപ്പോൾ ചില കമ്പനികൾ ഒരു പ്രൊഡക്റ്റ് ഇറക്കുന്നു, നാളെ ചിലപ്പോൾ അവർ വേറെ പ്രൊഡക്റ്റ് ഇറക്കിയേക്കാം.
അപ്പം ഈ ഐഡന്റിറ്റി തന്നെ അതിലേക്കും കൊണ്ടുപോകണം, പക്ഷെ വ്യത്യാസം വേണം. അതെ. ഇപ്പം നമ്മൾ ഇവരുടെ കേസിൽ നമ്മൾ ഇപ്പം അവർ ലാവൻഡർ ഓയിൽ ആണെങ്കിൽ ആ ഡ്രോപ്പിനകത്ത് വരുന്ന ഇമാജും അതിൻ്റെ കളറും അല്ല അടുത്ത ബോട്ടിലിന് വരിക. അപ്പം അത്തരത്തിൽ നമുക്ക് അത് കുറച്ചും കൂടി സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈനും കൂടെ ആണെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ഒരു ബന്ധമില്ലാത്ത രീതിയിൽ അടുത്ത ഡിസൈൻ ചെയ്യേണ്ടി വരും. ഈ ഡിസൈൻ ചെയ്യാനായിട്ട് വരുന്ന ക്ലയൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അവർക്ക് 10 പാക്കിംഗ് ഉണ്ട്, അപ്പോൾ നമുക്ക് 10 ഡിസൈൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മളിതൊരു ടെംപ്ലേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്, ആ ഡിസൈൻ ബാക്കി എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പക്ഷെ അവർക്കിത് മനസ്സിലാവും, നമ്മുടെ ഒരു ഉത്തരവാദിത്തം അത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. സ്റ്റിൽ അപ്പം കസ്റ്റമൈസബിൾ ആയിരിക്കണം. അതായത് ഒരു ബോർഡൊന്നും തന്നെ ആയിരിക്കണം, അതിനകത്ത് മാറി മാറി സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഏത് കണ്ടു കഴിഞ്ഞാലും ഇതിന്റെ ആണെന്നുള്ളത് മനസ്സിലാവാം. പാക്കിങ്ങിന്റെ ക്വാളിറ്റി വലിയൊരു ഘടകമാണ്. അപ്പം ഇന്നലെ ഞാൻ ലുലുവിൽ പോയ സമയത്ത് അപ്പം ഉണ്ടാക്കുന്ന മാവ്, അത് പൊടിയല്ലാതെ റെഡിമെയ്ഡ് മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത്. അപ്പം 2 ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു അവിടെ. ഒന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്ന ഒട്ടും ഗ്ലോസി അല്ലാത്ത കൈൻഡ് ഓഫ് ലാമിനേഷൻ ഒന്നും ചെയ്യാത്ത സാധാരണ പാക്കറ്റ്, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ മാവ് ആടുന്ന പോലെ ആടുന്ന ഒരു പാക്കേജിങ്. മറ്റൊന്ന് വളരെ ഗ്ലോസി ആയിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ളത്. ഈ ഗ്ലോസി അല്ലാതെ നോർമൽ പാക്കിന് 75 രൂപയുണ്ട്, മറ്റേതിന് 70 രൂപയുള്ളൂ. വില കമ്പയർ ചെയ്യാതെ നമ്മൾ നോക്കുന്ന സമയത്തും ആൾക്കാർ കൂടുതൽ എടുക്കാനുള്ള സാധ്യത മറ്റേതാണ്. പക്ഷേ ഞാനത് എടുത്തില്ല. അതിനുള്ള കാരണം അതിനകത്ത് ഈസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മിക്സ് ചെയ്തിട്ട് അതൊന്ന് പൊങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അഡീഷണൽ സാധനം ഇത് പലരും കാണാതെ ഭംഗി കൊണ്ട് ചിലപ്പോൾ എടുത്തു വരാം. അപ്പം ഈ സാധനം, അതായത് പാക്കിങ്ങിന്റെ കവറിന്റെ ക്വാളിറ്റി വലിയൊരു ഘടകമാണ്. ഈ പറയുന്ന ഡിസൈൻ മോശമാണെന്നുണ്ടെങ്കിലും ക്വാളിറ്റി പാക്കിങ്ങിന്റെ കൊണ്ട്. ലൈസ് അങ്ങനെ പണ്ട് ചെയ്തിട്ടുണ്ട്. ലൈസിന്റെ ആദ്യം ഗ്ലോസി ആയിരുന്നു. അതെ. അപ്പോൾ അത് പ്രീമിയം തോന്നിപ്പിക്കുമ്പോൾ പിന്നെ മാറ്റാക്കി. അങ്ങനെ ഒരു സെയിൽസ് കൂടി ഒരു കേസ് സ്റ്റഡി ഉണ്ട്. ഈ അഡീഷണൽ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ക്ലൈൻറ്റ് ഹൊറിസോണിൻ്റെ റോയൽ എന്ന് പറഞ്ഞുള്ള ബെറ്റ ഫിഷിൻ്റെ ഫുഡുണ്ട്. അപ്പോൾ അതിൽ അഡീഷണൽ ആയിട്ട് അവർ കൊടുക്കുന്ന സാധനമാണ് ഈ ആൽമണ്ട് ലീഫ്. ഇതിനകത്ത് അക്വരത്തിനിടുന്ന ലീഫാണ്. അപ്പോൾ അതിനകത്ത് ചെറിയൊരു ഇതായിട്ട് വെക്കുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു ടെസ്റ്റ് കിറ്റ് ഉണ്ട്. അപ്പോൾ അവർ ടെസ്റ്റ് ട്യൂബ് അതിന് കൂടെ കൊടുക്കും. കാര്യം ശരിക്കും ടെസ്റ്റ് ട്യൂബ് 2 രൂപയുള്ള ടെസ്റ്റ് ട്യൂബേ ഉള്ളൂ. പക്ഷേ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് അവിടെ പോയി വാങ്ങിക്കും. അപ്പം അത് ശരി, നമ്മൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ മതി, അത് അത്രയും വാല്യൂ ഉണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ പ്രൊഡക്ട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു വാല്യൂ അഡീഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയ കാര്യം, ഇത് ഒരു ലോഞ്ചാവിറ്റിയാണ് ഈ ഡിസൈനിന്. ഇപ്പോൾ നമ്മളെ ഈ ബൈക്കുകളുടെ ഡിസൈൻ നോക്കിക്കോ. നമ്മൾ ചെറുപ്പത്തിൽ ഭയങ്കര രസമായിട്ട് തോന്നി ചില ബൈക്കുകൾ. ഇപ്പം നമുക്ക് ആദ്യം സ്പ്ലെൻഡർ വന്നു, അതിന് ശേഷം വന്ന അപ്പാച്ചെ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെയൊക്കെ ഡിസൈൻ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അഗ്ലി ആയിട്ട് തോന്നുന്നുണ്ട്. എല്ലാത്തിൻ്റെയും നല്ല ചിലതിൻ്റെയൊക്കെ. അപ്പം അത് അത്രയും ലോങ് ആയിട്ട് ആ ഡിസൈൻ നിന്നിട്ടില്ല. പക്ഷെ ചില കമ്പനികളുടെ കാറിൻ്റെയൊക്കെ അല്ലെങ്കിൽ ബൈക്കിൻ്റെയൊക്കെ ഇന്നും നമുക്ക് കാണുമ്പോൾ ഇന്നും നമുക്കതൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ ചില വാച്ച് ഉണ്ട്, കാസിയോൻ്റെ ഒക്കെ ഒരു വാച്ച് നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സാധനം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നും നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ സാധനം. അപ്പം ആ സാധനം കാരണം അതിപ്പോഴും നമുക്കത് ഒരു ഫ്രഷ് ഡിസൈനായിട്ട് തോന്നും. അല്ലെങ്കിൽ നമുക്കതൊരു റെട്രോ ലുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിലേതെങ്കിലും ഒന്നിൽ നിൽക്കുന്നുണ്ട് നല്ല കാര്യം നമുക്കൊരു പെട്ടെന്ന് മാറ്റേണ്ട അവസ്ഥ വരരുത്. ആ ഐഡൻറ്റിറ്റി ആൾക്കാരെ മനസ്സിൽ രജിസ്റ്റർ ആവുന്ന ലെവലിൽ അത് വെക്കുക എന്നുള്ളതാണ്. യെസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാക്കേജ് ഡിസൈനിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളത് മുഴുവനായിട്ടും കവർ ചെയ്യുന്നില്ല, എന്നാലും കുറേ കാര്യങ്ങളായി നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്. സോ ഇത്രയും കാര്യങ്ങൾ ആക്കിയിട്ട് വേണം നമ്മൾ പാക്കിങ്ങിൽ കിടക്കാനായിട്ട്. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ കഴിയത്തില്ല. തീം ഡെവലപ്പ് ചെയ്ത് ആ തീമിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പറയുന്ന പാക്കേജിങ്ങും അതിൻ്റെ ലോഗോയും പേരും എല്ലാം നമ്മൾ ചെയ്യേണ്ടത്. റൈറ്റ്.